തോൽപ്പിക്കാൻ ഈ തെണ്ടിച്ചിറക്കനെ കൊണ്ട് സാധിക്കുമോ? എന്താ ഞാനുള്ളതുപോലെ പറയും. ഈ രാജു ആരായിരുന്നു? ഈ കോർട്ടിലെ മാർക്കറുടെ മകൻ തെണ്ടിച്ചെറുക്കൻ. അച്ഛാ ഒന്നും ഉണ്ടായിരിക്കും അച്ഛാ. കൺഗ്രാജുലേഷൻസ്. കളിയായാലും കാര്യമായാലും തറവാടിത്തത്തിന് അതിൻ്റെതായ ഒരു വിലയുണ്ട്. അതാണല്ലോ ഇപ്പൊ കണ്ടത്. രമനെ കാണാൻ രാജു സാർ വന്നിരിക്കുന്നു. വരാൻ പറയും. വരൂ രാജു. എന്റെ തോൽവിയുടെ പ്രതീകമാണിത്. എന്റെ പരാജയത്തിന് എനിക്ക് ലഭിച്ച പാരിതോഷികം. ആയിരിക്കും. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ആദ്യത്തെ സെറ്റ് നീ നിഷ്പ്രയാസം ജയിച്ചു. പിന്നീട് നിനക്ക് എന്ത് പറ്റി? ആദ്യത്തെ സെറ്റ് കഴിഞ്ഞപ്പോൾ അങ്ങയുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചു. റാക്കറ്റോട് ചെറിയുന്നതും ഞാൻ കണ്ടു. ഇത്രയും ആളുകളുടെ മുൻപിൽ അങ്ങയ്ക്ക് തോൽവി താങ്ങാൻ സാധിക്കില്ല എന്ന വാസ്തവം ഞാൻ മനസ്സിലാക്കി. ശരിയാണ് രാജു, ശരിയാണ്. ഒരിക്കലും എനിക്ക് തോൽവി സമ്മതിക്കാൻ വയ്യ. പക്ഷേ എനിക്കൊരു അനിയനുണ്ടായിരുന്നെങ്കിൽ അവൻ പോലും ഈ ഒരു മഹാമനസ്സ് കാണിക്കുമായിരുന്നില്ല. നിന്റെ അച്ഛനാണ് എന്നെ ടെന്നീസ് കളിക്കാൻ പഠിപ്പിച്ചത്. അന്നൊക്കെ അച്ഛന്റെ കൂടെ ഞാനും കോർട്ടിൽ വരുമായിരുന്നു. കോർട്ടിന് പുറത്തു പോകുന്ന പന്തെല്ലാം ഞാനെടുത്ത് തരുമായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം അങ്ങയുടെ സഹായം കൊണ്ടാണ് എനിക്ക് പഠിക്കാനും ഡിഗ്രി എടുക്കാനും സാധിച്ചത്. നിന്റെ ജോലിക്കാരിയൊക്കെ എന്തായി? ഒന്നുമായില്ല. ശരി. മാനേജർ, മുകളിലേക്ക് വരൂ. ഇന്ന് ജോലി അന്വേഷിച്ചൊന്നും പോണ്ട. മാനേജർ, ഇന്നു മുതൽ ഞാൻ രാജുവിനെ എന്റെ PA ആയി നിയമിച്ചിരിക്കുന്നു. ഹലോ ഹലോ, നിങ്ങൾ പോയി ജോലിക്കാരൊക്കെ ഇങ്ങോട്ട് പറഞ്ഞേക്കും. ശരി സാർ, അയക്കാം. ഞാൻ ഇതിനർഹനാണോ? ടെന്നീസ് കോർട്ടിൽ എല്ലാവരും എന്നെ പൂഴ്ത്തിയപ്പോൾ നിന്റെ മുഖം മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. ആ മുഖത്ത് കപടമില്ലായിരുന്നു, അസൂയയില്ലായിരുന്നു. പക്ഷെ തോറ്റ ഞാനായിരുന്നെങ്കിൽ എനിക്കില്ലാത്ത ഒരു പ്രത്യേക ഗുണം ഞാൻ നിന്നിൽ കണ്ടു. അതാണ് ഞാൻ നിന്നെ അങ്ങോട്ട് വിളിപ്പിച്ചത്. ദാരിദ്ര്യത്തിൽ ജനിച്ച് ദാരിദ്ര്യത്തിൽ വളർന്ന എന്നെപ്പോലുള്ളവർക്ക് തോൽവി ഒരു പ്രശ്നമേ അല്ല. പക്ഷെ അങ്ങയുടെ കാര്യം അതല്ല. ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളുമുള്ളവർക്ക് തോൽവി ഒരു പേടി സ്വപ്നമായിരിക്കും. സൗഭാഗ്യങ്ങൾ ആർക്ക്? എനിക്കോ? അമ്മയുടെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിയിട്ടില്ല. എന്നെ പ്രസവിച്ച ഉടനെ അമ്മ മരിച്ചു. അച്ഛൻ കുതിരപ്പന്തയങ്ങളുടെയും ലഹരികളുടെയും ലോകത്തിൽ അഭയം തേടിയപ്പോൾ മാനേജർമാരുടെയും ജോലിക്കാരുടെയും മേൽനോട്ടത്തിൽ ഞാൻ വളർന്നു. പൈസ കൊടുത്താൽ കിട്ടാവുന്ന സ്നേഹം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. രാജു, യഥാർത്ഥ സ്നേഹത്തിന് വേണ്ടി ഞാൻ ദാഹിക്കുന്നു. നിനക്ക് തരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിനക്കെന്റെ അനിയാകാൻ കഴിയുമോ? കഞ്ഞു. ഇന്നു മുതൽ നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും രാജുവിനോട് കാണിക്കണം. എന്തുകൊണ്ടെന്നറിയാമോ? രാജു എന്റെ അനിയനാണ്.